ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ധ്യാനം എന്നത് വെറുമൊരു രീതിയല്ല, മറിച്ച് മഹർഷിമാർ അറിഞ്ഞ, യോദ്ധാക്കൾ സ്വായത്തമാക്കിയ, സാധാരണക്കാരിൽ നിന്ന് എക്കാലത്തും മറച്ചുവെക്കപ്പെട്ട നിങ്ങളുടെ ഉള്ളിലെ അപാരമായ ശക്തിസ്രോതസ്സിലേക്ക് തുറക്കുന്ന ഒരു രഹസ്യവാതിലാണെന്ന്. ചെറുപ്പം മുതൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ധ്യാനിക്കൂ, സമാധാനം ലഭിക്കും, പിരിമുറുക്കം കുറയും, നല്ല ഉറക്കം കിട്ടും എന്നാണ്. എന്നാൽ ധ്യാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം സമാധാനമല്ല, മറിച്ച് അധികാരമാണെങ്കിലോ? നിങ്ങളുടെ മനസ്സിന്റെ മേൽ, നിങ്ങളുടെ ഭയത്തിന്റെ മേൽ, നിങ്ങളുടെ വിധിയുടെ മേലുള്ള അധികാരം. എന്തുകൊണ്ടാണ് ഓരോ മഹത്തായ സംസ്കാരത്തിലും, അത് പ്രാചീന ഭാരതമായാലും ഈജിപ്തായാലും ടിബറ്റായാലും ഗ്രീസായാലും, ധ്യാനം പോലൊരു രഹസ്യവിദ്യ രാജാക്കന്മാർക്കും ഗുരുക്കന്മാർക്കുമിടയിൽ മാത്രം ഒതുങ്ങിനിന്നത്? എന്തുകൊണ്ടാണ് സാധാരണക്കാർക്ക് വെറും പൂജകൾ മാത്രം നൽകുകയും ധ്യാനത്തിന്റെ യഥാർത്ഥ ശാസ്ത്രം നൽകാതിരിക്കുകയും ചെയ്തത്? എന്തുകൊണ്ടാണ് ഒരാൾ യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് പോകുമ്പോൾ അവന്റെ വ്യക്തിത്വം തന്നെ മാറുന്നത്? അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു സ്ഥിരത കൈവരുന്നു, അയാളുടെ സാന്നിധ്യം തന്നെ ആളുകളെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. ധ്യാനമെന്നത് വെറുതെ കണ്ണടച്ചിരിക്കുന്നതാണോ? അതോ നമ്മുടെ യാഥാർത്ഥ്യത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ആ ആന്തരിക സോഫ്റ്റ്വെയറിനെ ഹാക്ക് ചെയ്യുന്നതാണോ? ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വെറും ആത്മീയതയല്ല, അത് മനഃശാസ്ത്രമാണ്, ന്യൂറോ സയൻസാണ്, അതുപോലെ തന്നെ ഒരിക്കലും തുറന്നു പറയാത്ത പുരാതന രഹസ്യങ്ങളുമാണ്. ഇതവസാനം വരെ നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒരാൾക്കും നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം ധ്യാനിക്കുന്ന ഒരു വ്യക്തി ലോകത്തിൽ നിന്നോടി ഒളിക്കുകയല്ല, മറിച്ച് ലോകത്തെ ഉള്ളിൽ നിന്ന് വായിക്കാൻ തുടങ്ങുകയാണ്. ധ്യാനം കേവലം സമാധാനമല്ല, മറിച്ച് അത് ആന്തരിക ശക്തിയുടെ രഹസ്യവാതിലാണെന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തീർച്ചയായും അമർത്തുക. കാരണം ഇനി വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെയും പിടിച്ചുകുലുക്കുന്നവയാണ്. അവിടെ നിന്നാണ് കളി മാറുന്നത്. മനസ്സ് ആദ്യമായി സ്വയം കണ്ട നിമിഷം. മനുഷ്യൻ ആദ്യമായി തീ കത്തിച്ചപ്പോൾ അവൻ പുറത്തെ ഇരുണ്ട രാത്രിയെ പരാജയപ്പെടുത്തി. എന്നാൽ ആദ്യമായി ഒരാൾ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ പുറത്തുള്ള രാത്രിയേക്കാൾ ആഴമുള്ള ഒരു ഇരുട്ടിനെയാണ് അവൻ തൊട്ടറിഞ്ഞത്. ധ്യാനത്തിന്റെ തുടക്കം ഒരാൾ ഒരു ഗുഹയിൽ പോയി കണ്ണടച്ചിരുന്നതിൽ നിന്നല്ല ഉണ്ടായത്. തന്നിൽ രണ്ട് ശബ്ദങ്ങളുണ്ടെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് അത് തുടങ്ങിയത്. ഒന്ന് സംസാരിക്കുന്ന ശബ്ദം, മറ്റൊന്ന് ആ സംസാരത്തെ നിരീക്ഷിക്കുന്ന ശബ്ദം. ഈ നിരീക്ഷിക്കുന്നവനാണ് ധ്യാനത്തിന്റെ ആദ്യത്തെ വിത്ത്. പുരാതന ഭാരതത്തിൽ മഹർഷിമാർ കാടുകളിലേക്ക് പോയത് സമാധാനം തേടിയല്ല, അവർ സത്യം തേടിയാണ് പോയത്. പുറത്തുള്ള ലോകം മുഴുവൻ കീഴടക്കിയാലും മനുഷ്യൻ ഉള്ളിൽ ഭയമുള്ളവനും അസ്ഥിരനും അപൂർണനുമായി തുടരുമെന്ന് അവർക്കറിയാമായിരുന്നു. അവർ ആഴത്തിലുള്ള മൗനത്തിലേക്ക് കടന്നപ്പോൾ വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത ഒന്ന് അവർ കണ്ടെത്തി. ചിലർ അതിനെ ബ്രഹ്മമെന്ന് വിളിച്ചു, ചിലർ ശൂന്യതയെന്നും മറ്റു ചിലർ ആത്മാവെന്നും വിളിച്ചു. എന്നാൽ പേരുകൾക്ക് അവിടെ പ്രസക്തിയുണ്ടായിരുന്നില്ല, അനുഭവം മാത്രമായിരുന്നു പ്രധാനം. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളാണ് നിങ്ങളെന്ന് ചെറുപ്പം മുതൽ നിങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ ധ്യാനം ആദ്യമായി അത് തകർക്കുന്നു. ചിന്തകൾ മേഘങ്ങളെപ്പോലെ വന്നുപോകുന്നവയാണെന്നും നിങ്ങൾ ആ വിശാലമായ ആകാശമാണെന്നും അത് കാണിച്ചു തരുന്നു. ഇനി ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്? ഭയം എങ്ങനെ പ്രവർത്തിക്കുന്നു? ദേഷ്യം എങ്ങനെയുണ്ടാകുന്നു? അത്യാഗ്രഹം എങ്ങനെ ജനിക്കുന്നു? ഇതെല്ലാം നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ആ മാനസിക സ്ക്രീനിലാണ് നടക്കുന്നത്. ധ്യാനം എന്നത് ആ സ്ക്രീനിനെ നിരീക്ഷിക്കാനുള്ള കലയാണ്. നിങ്ങൾ സ്ക്രീൻ കാണാൻ തുടങ്ങുമ്പോൾ അതിലോടുന്ന സിനിമയുടെ സ്വാധീനം കുറയുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് ഇറങ്ങിച്ചെന്നവർ സാധാരണക്കാരായി തുടരാതിരുന്നത്. ഗൗതമബുദ്ധൻ ബോധിവൃക്ഷത്തിന് താഴെയിരുന്നത് സമാധാനം തേടിയല്ല, ദുഃഖത്തിന്റെ വേരുകൾ കണ്ടെത്താനാണ് അദ്ദേഹം ഇരുന്നത്. സ്വന്തം മനസ്സിനെ പൂർണ്ണമായ അവബോധത്തോടെ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ ദുഃഖം പുറത്തല്ല, ദുഃഖം പ്രതികരണത്തിലാണെന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. പതഞ്ജലി യോഗസൂത്രത്തിൽ ഒരു വരി എഴുതി, യോഗശ്ചിത്തവൃത്തി നിരോധഃ, അതായത് ചിത്തവൃത്തികളുടെ നിരോധം. ഈ വാചകം സാധാരണമായി തോന്നാം, എന്നാൽ ഇതിന്റെ അർത്ഥം സ്ഫോടനാത്മകമാണ്. ചിത്തവൃത്തി എന്നാൽ എന്താണ്? മനസ്സിൽ ഉയരുന്ന ഓരോ തരംഗവും. ഓർമ്മ, ഭാവന, ഭയം, ആഗ്രഹം, വ്യക്തിത്വം. നിരോധിക്കുക എന്നാൽ അടിച്ചമർത്തുക എന്നല്ല. നിരോധിക്കുക എന്നാൽ തിരമാലകൾ തനിയെ അടങ്ങുന്നതുവരെ അതിനെ വളരെ ആഴത്തിൽ നിരീക്ഷിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആധുനിക ശാസ്ത്രം ഇതിന് പുതിയ വാക്കുകൾ നൽകി. ഒരാൾ ധ്യാനിക്കുമ്പോൾ തലച്ചോറിന്റെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനം മാറുന്നു. പ്രത്യേകിച്ച് നിരന്തരം ഞാൻ എന്ന കഥ സൃഷ്ടിക്കുന്ന ഭാഗം. അതിനെ ഇന്ന് ന്യൂറോ സയൻസിൽ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു. ഇത് ശാന്തമാകുമ്പോൾ വ്യക്തിക്ക് തന്റെ വ്യക്തിത്വം ഇല്ലാതാകുന്നതായോ ലയിച്ചു ചേരുന്നതായോ തോന്നുന്നു. അതുകൊണ്ടാണ് പലരും ധ്യാനത്തെ ഭയപ്പെടുന്നത്. കാരണം സമാധാനം നൽകുന്നതിനു മുമ്പ് ധ്യാനം നിങ്ങളുടെ വ്യാജ വ്യക്തിത്വത്തെ തകർക്കുന്നു. നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ കഥകൾ, നിങ്ങളുടെ പരാതികൾ എന്നിവയെല്ലാം പതുക്കെ തകർന്നു വീഴാൻ തുടങ്ങുന്നു. അത് തകരുമ്പോൾ ഒരു ശൂന്യത ഉയർന്നുവരുന്നു. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പിന്മാറുന്നത്. അവർക്ക് എന്തോ നഷ്ടപ്പെടുന്നതായി തോന്നുന്നു.
എന്നാൽ യഥാർത്ഥത്തിൽ അവർ ആദ്യമായി സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എത്രനേരം നിങ്ങൾക്കിരിക്കാൻ കഴിയും എന്നതിലല്ല ധ്യാനത്തിന്റെ യഥാർത്ഥ രഹസ്യമിരിക്കുന്നത്. ഓടിപ്പോകാതെ എത്രനേരം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിക്കാൻ കഴിയും എന്നതാണ് രഹസ്യം. ഭാവിയിലെ ആശങ്കകളിലും ഭൂതകാലത്തെക്കുറിച്ചുള്ള കുറ്റബോധത്തിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എപ്പോഴും തിരക്കിലാക്കുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ പൂർണ്ണമായും വർത്തമാനകാലത്തിലുണർന്നാൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന യഥാർത്ഥ രാക്ഷസന്മാർ ഒന്നുമില്ലെന്നും അവ വെറും ചിന്തകൾ മാത്രമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. താൻ തന്റെ ചിന്തകളല്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്ന അന്ന് ബാഹ്യശക്തികൾക്ക് അവന്റെ മേലുള്ള നിയന്ത്രണം ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ധ്യാനം എപ്പോഴും ശക്തമായി നിലകൊണ്ടത്. അതിനെ കേവലം ആത്മീയമായി മാത്രം കണക്കാക്കിയിരുന്നില്ല, അതിനെ ഒരു ആന്തരിക വിപ്ലവമായാണ് കണ്ടത്. ധ്യാനമെന്നത് പിരിമുറുക്കം കുറയ്ക്കാനുള്ള ഒരു രീതി മാത്രമല്ലെന്ന് നിങ്ങളോടൊരിക്കലും പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ്. യഥാർത്ഥ മുഖം കാണുക എന്നത് എളുപ്പമല്ല, കാരണം അതിൽ നിങ്ങളുടെ ഭയവും കാണാം, നിങ്ങളുടെ അരക്ഷിതാവസ്ഥകളും നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളും അതിൽ കാണാം. എന്നാൽ അതേ കണ്ണാടിയിൽ മറ്റൊരു കാര്യം കൂടി കാണാം, ഒരു സാക്ഷി. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങളോടൊപ്പമുള്ള ആ സാക്ഷി, ഓരോ അനുഭവത്തിലുമുണ്ടായിരുന്നവൻ, ഇപ്പോൾ ഈ വാക്കുകൾ വായിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവൻ. ആ സാക്ഷിയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ധ്യാനത്തിന്റെ തുടക്കം. നിങ്ങൾ ആദ്യമായി യഥാർത്ഥത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനമല്ല ലഭിക്കുന്നത്, ഒരുതരം അരാജകത്വമാണ് ലഭിക്കുന്നത്. ചിന്തകൾ വേഗത്തിലാകുന്നു, ശരീരം അസ്വസ്ഥമാകുന്നു, പഴയ ഓർമ്മകൾ ഉയർന്നുവരുന്നു. കാരണം ആദ്യമായി നിങ്ങൾ ഓടുന്നത് നിർത്തുകയാണ്. എപ്പോഴും ഓടിക്കൊണ്ടിരുന്ന മനസ്സ് പെട്ടെന്ന് നിൽക്കുമ്പോൾ പരിഭ്രാന്തനാകുന്നു. ഇതാണ് യുദ്ധം. കുരുക്ഷേത്രം പുറത്തല്ല, ഉള്ളിലാണ്. ഈ യുദ്ധത്തിൽ വാളല്ല, അവബോധം മാത്രമാണ് ആയുധം. ഓരോ ചിന്തയും വന്നുപോകുന്നത് അവയുമായി ബന്ധപ്പെടാതെ, അവയെ പിടിച്ചു നിർത്താതെ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ പതുക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു അകലം രൂപപ്പെടുന്നു. ഈ അകലം നിസ്സംഗതയല്ല, ഇത് സ്വാതന്ത്ര്യമാണ്. ഇവിടെ നിന്നാണ് മാറ്റം തുടങ്ങുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കുറയുന്നു, നിങ്ങളുടെ തീരുമാനങ്ങൾ വ്യക്തമാകുന്നു, നിങ്ങളുടെ സാന്നിധ്യം സുസ്ഥിരമാകുന്നു. ആളുകൾ ചോദിക്കാറുണ്ട്, ധ്യാനിക്കുന്നയാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം എന്തുകൊണ്ടാണെന്ന്. കാരണം അയാൾ പുറത്ത് കുറച്ചും ഉള്ളിൽ കൂടുതലും കണ്ടുകഴിഞ്ഞിരിക്കുന്നു. ഉള്ളിലെ ഇരുട്ടിനെ കണ്ടവനെ പുറത്തെ നിഴലുകൾ ഭയപ്പെടുത്തില്ല. ധ്യാനം ഒരു മതപരമായ കർമ്മമല്ല, ഇത് അസ്തിത്വത്തിന്റെ ലബോറട്ടറിയാണ്. നിങ്ങൾ തന്നെയാണ് പരീക്ഷണം, നിങ്ങളുടെ മനസ്സാണ് ഉപകരണം, നിങ്ങളുടെ അവബോധമാണ് ശാസ്ത്രജ്ഞൻ. എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നോ അത്രത്തോളം വ്യക്തമാകും ലോകം കാണുന്നതുപോലെയല്ല എന്ന്. എന്നാൽ ഈ സത്യത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയം സൃഷ്ടിച്ച ഭ്രമങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. മനസ്സ് ശാന്തമാകാൻ തുടങ്ങുമ്പോൾ അത് മുമ്പത്തേക്കാൾ കൂടുതൽ ശബ്ദമുണ്ടാക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ധ്യാനമെന്നാൽ ഇരിക്കുക, കണ്ണടയ്ക്കുക, സമാധാനം വന്നെത്തും എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ്. നിങ്ങൾ നിർത്തുമ്പോൾ തന്നെ ഉള്ളിൽ എത്രത്തോളം ബഹളമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. എപ്പോഴും തിരക്കിലായിരിക്കുക എന്നത് മനസ്സിന്റെ ശീലമാണ്. അത് ഭാവി സൃഷ്ടിക്കുന്നു, ഭൂതകാലം ആവർത്തിക്കുന്നു, ഭാവനകൾ മെനയുന്നു, ഭയം ജനിപ്പിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അത് നിന്നാൽ അതിന്റെ അധികാരം അവസാനിക്കും. ധ്യാനത്തിൽ വെച്ചാണ് ആദ്യമായി മനസ്സിന് ഈ ഭയം അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ജോലികളുണ്ടെന്ന് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഇത് സമയനഷ്ടമാണെന്നത് പറയും. പഴയ ഓർമ്മകളിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകും. ചിലപ്പോൾ നിങ്ങളെ മഹാനാക്കും, ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. ഇതാണ് അതിന്റെ പ്രതിരോധ സംവിധാനം. പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഇതിനെ മായ എന്ന് വിളിച്ചു. എന്നാൽ മായ ഒരു പുറത്തുള്ള മാന്ത്രിക വിദ്യയല്ല, നിങ്ങളുടെ സ്വന്തം ചിന്തകളാൽ നിങ്ങളെ ബന്ധിക്കുന്ന ഒരു സംവിധാനമാണ് മായ. ഭഗവത്ഗീതയിൽ ഒരു യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആളുകൾ അതിനെ ഒരു ചരിത്രപരമായ യുദ്ധമായി കണക്കാക്കുന്നു. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ അതൊരു മനസ്സിന്റെ യുദ്ധമാണ്. അർജുനന്റെ ഭ്രമം, അവന്റെ ആശയക്കുഴപ്പം, അവന്റെ ഭയം, ഇതെല്ലാം ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ സാധകനും അനുഭവപ്പെടുന്ന അതേ മാനസിക സംഘർഷത്തിന്റെ പ്രതീകങ്ങളാണ്. ബോധമുണരുമ്പോൾ ഉള്ളിൽ ഒരു കൃഷ്ണൻ സംസാരിക്കുന്നു. അവൻ പറയുന്നു, നോക്കൂ, പോരാടരുത്, ഓടിപ്പോകരുത്, വെറുമൊരു സാക്ഷിയാകൂ. നിങ്ങളുടെ ഞാൻ എന്നത് ശാശ്വതമല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതാണ് ധ്യാനത്തിലെ ഏറ്റവും കഠിനമായ നിമിഷം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാക്കിവെച്ചിട്ടുള്ള കഥ, പേര്, ഐഡന്റിറ്റി, നേട്ടങ്ങൾ, പരാജയങ്ങൾ, അതെല്ലാം നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ധ്യാനം ആ പ്രൊജക്ടറിനെ വെളിച്ചത്തുകൊണ്ടുവരുന്നു. നമ്മുടെ വ്യക്തിത്വം നിരന്തരം രൂപപ്പെടുകയും മാറുകയും ചെയ്യുന്നുവെന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നു. ശാശ്വതമായ ഒന്നില്ല, അത് വെറും അനുഭവങ്ങളുടെ ഒരു ശേഖരമാണ്. കാൾ യുങ് ഇതിനെ ഷാഡോ എന്ന് വിളിച്ചു. നാം അംഗീകരിക്കാത്ത, നാം അടിച്ചമർത്തുന്ന നമ്മുടെ ഭാഗം. ധ്യാനം ആ നിഴലിനെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് നിങ്ങൾ മറച്ചുവെച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കാണുന്നു. അസൂയ, അരക്ഷിതാവസ്ഥ, അപൂർണമായ ആഗ്രഹങ്ങൾ, മറച്ചുവെച്ച കോപം. ആദ്യമൊക്കെ ഇത് അസ്വസ്ഥതയുണ്ടാക്കും. എന്നാൽ ഇതാണ് ശുദ്ധീകരണ പ്രക്രിയ. കാരണം ഏതൊന്നിനെയാണോ നാം കാണുന്നത് അത് പതുക്കെ അതിന്റെ PT അയച്ചു തുടങ്ങും. ധ്യാനസമയത്ത് സമയം മാറുന്നതായി നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ 5 മിനിറ്റ് മണിക്കൂറുകളായി തോന്നും.
ചിലപ്പോൾ 1 മണിക്കൂർ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ കടന്നുപോകും. കാരണം മനസ്സാണ് സമയത്തിന്റെ കഥ മെനയുന്നത്. ആ കഥയുടെ വേഗത കുറയുമ്പോൾ സമയത്തിന്റെ അനുഭവവും മാറുന്നു. അദ്വൈത വേദാന്ത പാരമ്പര്യത്തിൽ ആഴത്തിലുള്ള ഒരു ചിന്ത നൽകിയിട്ടുണ്ട്. നിങ്ങൾ അനുഭവമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന ബോധമാണ്. ഈ വാചകം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ മാറും. ഒട്ടും പ്രതികരിക്കാതെ എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് വെറുതെ കാണാൻ കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ നിങ്ങൾ ആദ്യം പ്രതികരണമല്ല, അവബോധം കാണുക. ആരെങ്കിലും നിങ്ങളെ പ്രശംസിച്ചാൽ നിങ്ങൾ ആദ്യം അഹങ്കാരമല്ല, സാക്ഷിയെ കാണുക. ഇവിടെ നിന്നാണ് ആന്തരിക ശക്തി ജനിക്കുന്നത്. ധ്യാനം നിങ്ങളെ നിഷ്ക്രിയനാക്കുന്നില്ല, അത് നിങ്ങളെ കൂടുതൽ വ്യക്തതയുള്ളവനാക്കുന്നു. ഉള്ളിൽ വ്യക്തത വരുമ്പോൾ തീരുമാനങ്ങൾക്ക് മൂർച്ച കൂടുന്നു. ഊർജം ചിതറിപ്പോകില്ല, അത് കേന്ദ്രീകരിക്കപ്പെടുന്നു. ആന്തരിക സ്ഥിരതയില്ലാതെ ബാഹ്യശക്തി അപൂർണമായതിനാൽ പ്രാചീന യോദ്ധാക്കൾ യുദ്ധത്തിനു മുമ്പ് ധ്യാനിച്ചിരുന്നു. ചില ആളുകൾ ആൾക്കൂട്ടത്തിലും ശാന്തരായിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരുടെ സാന്നിധ്യത്തിൽ ഒരു സ്ഥിരതയുണ്ട്. ആ സ്ഥിരത വരുന്നത് പരിശീലനത്തിൽ നിന്നല്ല, അവബോധത്തിൽ നിന്നാണ്. പതുക്കെ പതുക്കെ ധ്യാനം ഒരു പ്രവൃത്തി എന്നതിലുപരി ഒരവസ്ഥയായി മാറുന്നു. നിങ്ങൾ നടക്കുന്നു എങ്കിലും നിരീക്ഷിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്നു എങ്കിലും ഉള്ളിൽ ഒരു സാക്ഷി മൗജൂദുണ്ട്. സാധന ജീവിതത്തിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങുന്ന വഴിത്തിരിവ് ഇതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കെണിയുണ്ട്. ഒരാൾക്ക് കുറച്ച് അനുഭവങ്ങൾ കിട്ടുമ്പോൾ, കുറച്ച് സമാധാനവും കുറച്ച് വ്യക്തതയും ലഭിക്കുമ്പോൾ അഹങ്കാരം പുതിയ രൂപത്തിൽ തിരിച്ചുവരുന്നു. ഇപ്പോൾ അത് പറയുന്നു, ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്, എനിക്ക് കൂടുതൽ ബുദ്ധിയുണ്ട്. ഇതാണ് ആത്മീയ അഹങ്കാരം, ഏറ്റവും സൂക്ഷ്മവും അപകടകരവുമായ ഒന്ന്. ധ്യാനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം ഇതാണ്. അനുഭവത്തെപ്പോലും ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ ധ്യാനിക്കുന്നവനാണ് എന്നതിനെപ്പോലും നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുമോ? അതും തകരുമ്പോൾ മറ്റൊരു പാളി കൂടി നീങ്ങുന്നു. അപ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും ധ്യാനത്തിനുള്ള അവസരമാണെന്ന് നിങ്ങൾക്ക് പതുക്കെ കാണാൻ കഴിയും. ഓരോ വികാരവും ഉയരുന്നു, കുറച്ചുനേരം നിൽക്കുന്നു, എന്നിട്ട് പോയി മറയുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുന്നു. ഈ സ്ഥിരതയാണ് യഥാർത്ഥ ശക്തി. ഈ അവസ്ഥയിൽ ഭയം പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല, എന്നാൽ അത് നിങ്ങളെ നിയന്ത്രിക്കില്ല. ദേഷ്യം വന്നേക്കാം, പക്ഷേ അത് നിങ്ങളെ അന്ധനാക്കില്ല. അത്യാഗ്രഹം വന്നേക്കാം, പക്ഷേ അത് നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കില്ല. ധ്യാനം നിങ്ങളെ വികാരങ്ങളില്ലാത്തവനാക്കുന്നില്ല, അത് നിങ്ങളെ വികാരങ്ങളുടെ യജമാനനാക്കുന്നു. ഒരാൾ തന്റെ ആന്തരിക ലോകത്തിന്റെ യജമാനനാകുമ്പോൾ ബാഹ്യലോകത്തിലെ സാഹചര്യങ്ങൾ അയാളെ കുറച്ചു മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് ധ്യാനം കേവലം ഒരു ആത്മീയ സാധന മാത്രമല്ല എന്ന് പറയുന്നത്. അത് സ്വയം നയിക്കാനുള്ള കലയാണ്. ഇനി ചോദ്യമിതാണ്, ഓരോരുത്തർക്കും ഈ അവസ്ഥയിൽ എത്താൻ കഴിയുമോ? ഉത്തരം ലളിതമാണ്. എന്നാൽ എല്ലാവരും ഇതിന് തയ്യാറാണോ? ഇവിടെ നിന്നാണ് യഥാർത്ഥ യാത്ര കഠിനമാകുന്നത്. കാരണം മുന്നിലുള്ളത് കേവലം സമാധാനമല്ല, മറിച്ച് നിങ്ങളുടെ എല്ലാ നിർവചനങ്ങളും അലിഞ്ഞുപോകുന്ന ഒരു ശൂന്യതയാണ്. ആ ശൂന്യതയിലേക്ക് പ്രവേശിക്കാൻ വെറുമൊരു രീതി പോരാ, ധൈര്യം വേണം. ഇതുവരെ കേട്ടതിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ മാറുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആദ്യമായി നിങ്ങളുടെ മനസ്സിനെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സെക്കൻഡ് നിർത്തി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇനി മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ സാധാരണക്കാരുടെ ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചേക്കാം. നിങ്ങളുടെ ബോധം മുമ്പത്തേക്കാൾ കൂടുതൽ ഉണർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ എഴുതുക, ഞാൻ ഉണർന്നു കഴിഞ്ഞു. നിങ്ങൾക്കും ഓർമ്മയുണ്ടാകാനും ഇത് വായിക്കുന്നവർക്കും ഇതൊരു കണ്ടന്റ് മാത്രമല്ല, ഒരു ഉണർവാണെന്ന് മനസ്സിലാക്കാനുമാണ് അങ്ങനെ പറയുന്നത്. ഇതുവരെ നിങ്ങൾ മനസ്സിനെയാണ് കണ്ടത്, അതിന്റെ തരംഗങ്ങളെ, അതിന്റെ തന്ത്രങ്ങളെ, അതിന്റെ കഥകളെ. എന്നാൽ ഇനി മുന്നിൽ വരാൻ പോകുന്നത് അതിനേക്കാൾ സൂക്ഷ്മമായ ഒന്നാണ്. ധ്യാനം ആഴത്തിലാകുമ്പോൾ ചിന്തകൾ കുറയാൻ തുടങ്ങുന്നു. തരംഗങ്ങൾ പതുക്കെയാകുകയും വല്ലാത്തൊരു സ്ഥിരത പടരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആദ്യം ഇതൊരു സുഖമുള്ള കാര്യമായി തോന്നും, ആരോ ഉള്ളിലെ ബഹളം അവസാനിപ്പിച്ചതുപോലെ. എന്നാൽ പതുക്കെ പതുക്കെ അതേ സ്ഥിരത ഒരു ആഴമായി മാറാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പിടിവിട്ടു പോകുന്ന ഒരു ആഴം. ഇവിടെയാണ് പലരും നിന്നുപോകുന്നത്. കാരണം മനസ്സിന് ബഹളമാണിഷ്ടം. അതിന് എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ അത് അസ്വസ്ഥമാകുന്നു. ധ്യാനത്തിന്റെ ഒരു തലത്തിൽ നിങ്ങൾ ശരീരമല്ലെന്ന് നിങ്ങൾക്ക് തോന്നും. കൈ അവിടെ തന്നെയുണ്ട്, ശ്വാസം നിലച്ചിട്ടില്ല, എന്നാൽ ഐഡന്റിറ്റിക്ക് മങ്ങലേൽക്കുന്നു. ഈ അനുഭവം മനോഹരമാകാം, ഭയപ്പെടുത്തുന്നതുമാകാം. അതുകൊണ്ടാണ് പ്രാചീനകാലത്തെ സാധകർ ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിൽ സാധന ചെയ്തിരുന്നത്. കാരണം ഐഡന്റിറ്റി തകരുമ്പോൾ താൻ അവസാനിക്കുകയാണെന്ന് വ്യക്തിക്ക് തോന്നും. രമണ മഹർഷി ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഞാൻ ആര്? ഈ ചോദ്യം സാധാരണമായ ഒന്നല്ല. യഥാർത്ഥത്തിൽ ഇത് ഉള്ളിലേക്കിറങ്ങിയാൽ എല്ലാ ഉത്തരങ്ങളും തകരും. ഞാൻ ശരീരമാണ്, എന്നാൽ ശരീരം മാറുന്നു. ഞാൻ മനസ്സാണ്, എന്നാൽ ചിന്തകൾ വന്നുപോകുന്നു. ഞാൻ വികാരങ്ങളാണ്, എന്നാൽ അവയും ശാശ്വതമല്ല. അപ്പോൾ പിന്നെ ഞാൻ ആരാണ്? ഈ ചോദ്യം വാക്കുകളില്ലാതെ ഉള്ളിൽ തങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിടവ് തുറക്കുന്നു. നോക്കിക്കാണുന്നവനെ കാണാൻ കഴിയില്ലെന്ന് ആ വിടവിലൂടെ മനസ്സിലാകുന്നു.
ധ്യാനം ഒരു സാധനയിൽ നിന്നും അനുഭവമായി മാറുന്ന ബിന്ദു ഇതാണ്. ആഴത്തിലുള്ള ധ്യാനത്തിൽ തലച്ചോറിലെ തരംഗങ്ങൾ മാറുമെന്ന് ആധുനിക ന്യൂറോ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ആൽഫ, തീറ്റ, ഗാമ ഇവ വെറും ശാസ്ത്രീയ വാക്കുകൾ മാത്രമല്ല, മറിച്ച് ബോധാവസ്ഥകളുടെ സൂചനകളാണ്. ഗാമ തരംഗങ്ങൾ വർദ്ധിക്കുമ്പോൾ വ്യക്തിക്ക് അതിയായ വ്യക്തതയും ഏകത്വവും അനുഭവപ്പെടുന്നു. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെ. ദലൈലാമയോടൊപ്പം നടത്തിയ ഗവേഷണങ്ങളിൽ കണ്ടത്, ദീർഘകാലമായി ധ്യാനിക്കുന്ന സാധകരുടെ തലച്ചോറ് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രതികരിക്കുന്നുവെന്നാണ്. എന്നാൽ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് തരംഗങ്ങളിലല്ല, അനുഭവത്തിലാണ്. നിങ്ങൾ എപ്പോഴും കരുതിയിരുന്നതുപോലെ നിങ്ങളും ലോകവും തമ്മിൽ അകലമില്ലെന്ന് ആദ്യമായി നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ ധാരണ തന്നെ മാറുന്നു. മരങ്ങൾ വേറിട്ടതായി തോന്നില്ല, ആകാശം വേറിട്ടതായി തോന്നില്ല, മറ്റാളുകൾ മറ്റുള്ളവരായി തോന്നില്ല. ഇതൊരു ഭാവനാത്മകമായ ചിന്തയല്ല, ഇത് ബോധതലത്തിന്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റമാണ്. എന്നാൽ ഇവിടെയും ഒരു കെണിയുണ്ട്. മനസ്സ് ഉടൻ തന്നെ ഈ അനുഭവത്തെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇത് അത്ഭുതകരമായിരുന്നു, എനിക്കിത് വീണ്ടും വേണം എന്നത് പറയുന്നു. ആ നിമിഷം തന്നെ ആ അനുഭവം അകന്നുപോകുന്നു. കാരണം ധ്യാനത്തിൽ കിട്ടുന്നത് പിടിച്ചു നിർത്തുന്നതിലൂടെയല്ല, വിട്ടുകളയുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. ആഴത്തിൽ മറ്റൊരു സത്യം കൂടി വെളിപ്പെടുന്നു. ദുഃഖത്തിന്റെ വേരുകൾ കിടക്കുന്നത് സംഭവങ്ങളിലല്ല, അവയുമായുള്ള നമ്മുടെ ബന്ധത്തിലാണ്. നിങ്ങൾ ഏതെങ്കിലും ചിന്തയുമായി പറ്റി നിൽക്കുമ്പോൾ അത് നിങ്ങളെ ബന്ധിക്കുന്നു. അവ വന്നുപോകുന്നത് നിങ്ങൾ വെറുതെ നോക്കിക്കാണുകയാണെങ്കിൽ അതിന് ശക്തിയില്ലാതാകുന്നു. ഇതുകൊണ്ടാണ് ധ്യാനം നിങ്ങളുടെ പ്രതികരണങ്ങളെ പതുക്കെ പതുക്കെ മാറ്റുന്നത്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ ആദ്യം പ്രതികരണമുണ്ടാകും. എന്നാൽ ഇപ്പോൾ അതിനൊപ്പം ഒരു അവബോധവുമുണ്ടാകും. ആ അവബോധം പ്രതികരണത്തെ ഒരു പ്രതികരണമായി മാറുന്നതിൽ നിന്ന് തടയും. ജീവിതത്തിലെ സംഭവങ്ങൾ പതുക്കെ മാറുന്നില്ല, എന്നാൽ അവയുമായുള്ള നിങ്ങളുടെ ബന്ധം മാറുന്നു. ശൂന്യതയുടെ ആഴത്തിലുള്ള മറ്റൊരനുഭവം കൂടി ഇവിടെയുണ്ടാകുന്നു. ശൂന്യതയെന്നാൽ ശൂന്യമായ ഒന്നല്ല, ശാശ്വതമായ ഒരു വ്യക്തിത്വവും അവശേഷിക്കാത്ത സ്ഥലമാണത്. നാഗാർജുനൻ ശൂന്യതയെ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു, ഒന്നും തന്നെ സ്വതന്ത്രമല്ല. ഈ തിരിച്ചറിവ് ഉള്ളിലേക്കിറങ്ങിയാൽ അഹങ്കാരത്തിന്റെ വേരുകൾ ഇളകും. കാരണം ഞാൻ വ്യത്യസ്തനാണെന്ന് അഹങ്കാരം പറയുന്നു, എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ശൂന്യത പറയുന്നു. ധ്യാനത്തിന്റെ ഈ ഘട്ടം ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഇപ്പോൾ സാധന കേവലം വ്യക്തിപരമായ മോചനമല്ല, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും മുഴുവൻ അസ്തിത്വത്തെയും സ്പർശിക്കുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ സംസാരിക്കുമ്പോൾ തരംഗം പടരുന്നു, നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഊർജ്ജം മാറുന്നു. ഇതൊരു രഹസ്യവാദമല്ല, മറിച്ച് സൂക്ഷ്മമായ സംവേദനക്ഷമതയാണ്. ഈ സംവേദനക്ഷമത ഉണരുമ്പോൾ ജീവിത തീരുമാനങ്ങൾ വ്യത്യസ്തമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ലാഭം മാത്രമല്ല, അതിന്റെ സ്വാധീനവും നോക്കുന്നു. സുഖം മാത്രമല്ല, സന്തുലിതാവസ്ഥയും കാണുന്നു. എന്നാൽ യാത്ര ഇപ്പോഴും അപൂർണമാണ്. കാരണം നിങ്ങൾ ഇതുവരെ സമാധാനം, വ്യക്തത, ശൂന്യത എന്നിവയെ മാത്രമാണ് സ്പർശിച്ചത്. എന്നാൽ ഇപ്പോൾ അവസാനത്തെ ഒരു പാളി കൂടി ബാക്കിയുണ്ട്: പൂർണ്ണമായ സമർപ്പണം. ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പിടുത്തം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സാധകനാണ്, ഞാൻ ഉണർന്നവനാണ് എന്ന ഒരു ചെറിയ അവകാശവാദം ബാക്കിയുണ്ടെങ്കിൽ യാത്ര തുടരുകയാണ്. അതും വീഴുമ്പോൾ ബാക്കിയുള്ളതിനെ വാക്കുകളിൽ ഒതുക്കുക അസാധ്യമാണ്. ചിലർ അതിനെ സമാധി എന്ന് വിളിക്കുന്നു, ചിലർ ഏകത്വമെന്നും ചിലർ കേവലം മൗനമെന്നും പറയുന്നു. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ മറ്റൊരു വാതിലിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. ആ വാതിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭയത്തിനു പിന്നിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ചിന്തകൾ മന്ദഗതിയിലാകുകയും ഐഡന്റിറ്റിക്ക് മങ്ങലേൽക്കുകയും ശൂന്യതയുടെ സ്പർശം അനുഭവപ്പെടുകയും ചെയ്യുന്ന ബിന്ദുവിൽ സാധകനെത്തുമ്പോൾ, അപ്പോൾ ഒരു അവസാന പരീക്ഷ ആരംഭിക്കുന്നു. ഈ പരീക്ഷ പുറത്തുനിന്നല്ല വരുന്നത്. ശബ്ദമോ കാഴ്ചയോ അത്ഭുതമോ ഇല്ല, ഇത് ഉള്ളിൽ നിന്നാണ് ഉയരുന്നത്. ഏറ്റവും ആഴത്തിലുള്ള ഭയം, വാക്കുകളിൽ വിവരിക്കാനാവാത്ത ആ ഭയം. ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ പിന്നെ എന്ത് അവശേഷിക്കും എന്ന ഭയം. മനസ്സിന്റെ അവസാന ശ്രമം ഇവിടെയാണ് നടക്കുന്നത്. അത് നിങ്ങൾക്ക് സുരക്ഷയുടെ ഭ്രമം കാണിച്ചു തരുന്നു. ഇതുവരെ മതിയെന്ന് അത് പറയുന്നു. ഇതിനപ്പുറത്തേക്ക് പോകരുത്, കാരണം മുന്നോട്ടു പോവുകയെന്നാൽ പൂർണ്ണമായ സമർപ്പണമാണ്. ധ്യാനത്തിന്റെ ഈ അവസ്ഥയിലെല്ലാം നിലച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും. സമയം നിശ്ചലമായതുപോലെ, ശ്വാസം നേരിയതാകുന്നു, ശരീരത്തെക്കുറിച്ചുള്ള ബോധം ഏതാണ്ടില്ലാതാകുന്നു. അപ്പോഴാണ് ഉള്ളിൽ ഒരു ചെറിയ വിറയലുണ്ടാകുന്നത്. ഈ വിറയൽ ഭയത്തിന്റേതാകാം, സന്തോഷത്തിന്റേതുമാകാം. ഈ ഘട്ടത്തിൽ പല സാധകരും പിന്നോട്ടു പോകുന്നു. തങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് അവർക്ക് തോന്നുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത് നിയന്ത്രണം എന്ന ഭ്രമം മാത്രമാണ്. ലാഹിരി മഹാശയൻ പറഞ്ഞിട്ടുണ്ട്, ധ്യാനത്തിലെ ഏറ്റവും വലിയ തടസ്സം മനസ്സിന്റെ പിടുത്തമാണെന്ന്. നിങ്ങൾ അനുഭവത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം അനുഭവം പരിമിതമായിരിക്കും. സമർപ്പണം എന്നാൽ തോൽക്കുക എന്നല്ല അർത്ഥം. സമർപ്പണം എന്നാൽ അസ്തിത്വത്തിന്റെ ഒഴുക്കിൽ ഒഴുകുക എന്നാണ്. നിങ്ങൾ ഒരു നദിയിൽ നീന്താൻ ശ്രമിക്കുമ്പോൾ ശരീരം തളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ ഒഴുകാൻ തുടങ്ങുമ്പോൾ ഊർജ്ജം സംരക്ഷിക്കപ്പെടുന്നു. ധ്യാനത്തിലും ഇതേ നിയമമാണ്. സാധകൻ പൂർണ്ണമായും വിട്ടുകൊടുക്കുമ്പോൾ വല്ലാത്തൊരു ലാഘവം പടരുന്നു, കാണാത്ത ഏതോ വലിയൊരു ഭാരം ഇറക്കിവെച്ചതുപോലെ. ഇവിടെ മറ്റൊരു രഹസ്യം കൂടി വെളിപ്പെടുന്നു. നിങ്ങൾ ഒരിക്കലും വേറിട്ടൊരാളായിരുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന അതേ ബോധത്തിന്റെ ഭാഗമായിരുന്നു നിങ്ങളെപ്പോഴും.
ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്റെ അനുഭവത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കുന്നവനും അന്വേഷണവും ഒന്നുതന്നെയാണെന്ന്. ഈ വാചകം ജീവിതത്തിൽ പകർത്തുന്നതുവരെ ഒരു പ്രഹേളികയാണ്. പൂർണ്ണമായ സമർപ്പണമുണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന കേന്ദ്രം അലിഞ്ഞുപോകാൻ തുടങ്ങുന്നു. ഞാൻ ധ്യാനിക്കുകയാണ് എന്ന് പറയാൻ ഇപ്പോൾ ആരുമില്ല. വെറും അനുഭവം മാത്രം, സാന്നിധ്യം മാത്രം. ഈ അവസ്ഥ വാക്കുകൾക്ക് അതീതമാണ്. എന്നാൽ അതിന്റെ സ്വാധീനം ജീവിതത്തിൽ കാണാൻ കഴിയും. ഇപ്പോൾ വ്യക്തി പ്രതികരിക്കുന്നില്ല, മറുപടി നൽകുന്നു. ഇപ്പോൾ അവൻ ഭയത്തിൽ നിന്നല്ല തീരുമാനങ്ങളെടുക്കുന്നത്, വ്യക്തതയോടെയാണ്. ഇപ്പോൾ അവന്റെ സാന്നിധ്യത്തിൽ സ്വാഭാവികമായ ഒരു ആത്മവിശ്വാസമുണ്ട്. എന്നാൽ ധ്യാനത്തിന്റെ അന്തിമ രഹസ്യം സമാധി മാത്രമല്ല, സമാധിക്ക് ശേഷമുള്ള ജീവിതമാണ്. കാരണം ധ്യാനം വെറുമൊരു അനുഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അത് അപൂർണമാണ്. ആ ആഴം ദൈനംദിന ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ പക്വതയുണ്ടാകുന്നത്. ധ്യാനത്തിലെന്ന പോലെ ചന്തയിലും നിങ്ങൾ പൂർണ്ണ അവബോധത്തോടെയിരിക്കുമ്പോൾ, ദേഷ്യത്തിലും നിങ്ങൾ സാക്ഷിയായി തുടരുമ്പോൾ, വിജയം നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുമ്പോൾ, പരാജയം നിങ്ങളെ തളർത്താതിരിക്കുമ്പോൾ, ഇതാണ് ധ്യാനം ശക്തിയായി മാറുന്നത്. ചരിത്രത്തിൽ ആന്തരികമായ ആഴത്തെ അനുഭവിച്ചറിഞ്ഞവർ വെറും സന്യാസിമാരായി മാറിയില്ല. അവർ വഴികാട്ടികളായി, നേതാക്കളായി, വിപ്ലവകാരികളായി. കാരണം സ്വന്തമുള്ളിലെ ഭയത്തെ കണ്ടവനെ പുറത്തുള്ള ഭയത്തിന് തളച്ചിടാനാവില്ല. എന്നാൽ ഇവിടെ മറ്റൊരു സൂക്ഷ്മമായ അപകടമുണ്ട്. ഒരാൾക്ക് ആഴത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ സമൂഹം അയാളെ ഒരു പ്രത്യേക വ്യക്തിയാക്കുന്നു. ആളുകൾ അയാളെ ആരാധിക്കാൻ തുടങ്ങുന്നു. ആ ബഹുമാനം വീണ്ടും അഹങ്കാരത്തിന് ജന്മം നൽകിയേക്കാം. ധ്യാനത്തിന്റെ അവസാനത്തെ പക്വത ഇതാണ്: നിങ്ങൾ അനുഭവങ്ങളെ പിടിച്ചു നിർത്തരുത്, ബഹുമാനത്തെയുമല്ല, ഐഡന്റിറ്റിയെയുമല്ല. നിങ്ങൾ ആ ഒഴുക്കിൽ മാത്രം തുടരുക. ഈ അവസ്ഥയിൽ ജീവിതം ഒരു സാധനയല്ലാതാകുന്നു. ജീവിതം തന്നെ ധ്യാനമായി മാറുന്നു. ഓരോ ശ്വാസവും ഉണർന്നിരിക്കുന്നു. ഓരോ ചുവടിലും സാന്നിധ്യമുണ്ട്. ഓരോ വാക്കും അവബോധമുള്ളതാകുന്നു. നിങ്ങൾ തേടിയിറങ്ങിയ സത്യം ഒരിക്കലും അകലെയായിരുന്നില്ല എന്ന് നിങ്ങൾ പതുക്കെ മനസ്സിലാക്കുന്നു. അത് നിങ്ങളുടെ സാന്നിധ്യം തന്നെയായിരുന്നു. ഇനി ഒരൊറ്റ അവസാന പാളി മാത്രമേ ബാക്കിയുള്ളൂ. ധ്യാനം വ്യക്തിപരമല്ലാതാകുകയും കൂട്ടായ ഊർജ്ജത്തെ സ്പർശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന പാളി. കാരണം ഒരാൾ യഥാർത്ഥത്തിൽ ഉണരുമ്പോൾ അവന്റെ ബോധം തനിച്ചാകുന്നില്ല, അതിന്റെ പ്രഭാവം പടരുന്നു. ഇവിടെ നിന്നാണ് ധ്യാനം വ്യക്തിപരമായ മോചനത്തിനപ്പുറം മനുഷ്യത്വത്തിന്റെ ദിശ മാറ്റാനുള്ള കഴിവായി മാറുന്നത്. ബോധം വ്യക്തിപരമായ അനുഭവങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതിരിക്കുമ്പോൾ ഒരു പുതിയ മാനം തുറക്കുന്നു. ഇപ്പോൾ ധ്യാനം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവം മാത്രമല്ല, അത് അന്തരീക്ഷത്തെയും സ്വാധീനിക്കുന്ന ഒരു ഊർജ്ജമാണ്. നിങ്ങൾക്കെപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകുന്നു. ചിലരുടെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ അസ്വസ്ഥത കുറയുന്നു. ഇതൊരു മനഃശാസ്ത്രപരമായ സ്വാധീനം മാത്രമല്ല, ഇത് ബോധത്തിന്റെ തരംഗമാണ്. ഒരാൾ ദീർഘകാലം ആഴത്തിലുള്ള അവബോധത്തിലിരിക്കുമ്പോൾ അയാളുടെ സാന്നിധ്യം തന്നെ മാറുന്നു. അയാളുടെ നടത്തം, നോട്ടം, മൗനം എല്ലാത്തിലും ഒരു സന്തുലിതാവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പ്രാചീനകാലത്ത് ആശ്രമങ്ങൾ കേവലം വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മാത്രമാകാതിരുന്നത്. അവ ബോധത്തിന്റെ ഇടങ്ങളായിരുന്നു. സ്വാമി വിവേകാനന്ദൻ സംസാരിക്കുമ്പോൾ ആളുകൾ വാക്കുകൾ മാത്രമല്ല കേട്ടത്, അവർ ഊർജ്ജം അനുഭവിച്ചറിഞ്ഞു. കാരണം വാക്കുകൾ മനസ്സിൽ നിന്നാണ് വരുന്നത്, എന്നാൽ സാന്നിധ്യം ബോധത്തിൽ നിന്നും. ധ്യാനത്തിന്റെ അവസാനത്തെ വികാസം വ്യക്തിപരമായ സമാധാനത്തിനപ്പുറം കൂട്ടായ മാറ്റമായി മാറുന്നു. ഒരാൾ സ്വന്തം ഭയത്തിൽ നിന്ന് മുക്തനാകുമ്പോൾ അവൻ മറ്റുള്ളവർക്കും ധൈര്യം പകരുന്നു. ഒരാൾ സ്വന്തം പ്രതികരണങ്ങളുടെ യജമാനനാകുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ള സംഘർഷങ്ങൾ കുറയുന്നു. പതുക്കെ പതുക്കെ ഒരാളുടെ സന്തുലിതാവസ്ഥ ഒരു കുടുംബത്തെ മാറ്റാൻ കഴിയും. ഒരു കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥ ഒരു സമൂഹത്തെയും. ധ്യാനത്തിന്റെ ഈ ശക്തി ശാന്തമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ നിന്ന് വിപ്ലവകരമാണ്. കാരണം ഇത് ആർക്കും എതിരല്ല. ഇത് ഉള്ളിലെ ഇരുട്ടിനെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിൽ പ്രകാശമുണ്ടാകുമ്പോൾ പുറത്തെ ഘടനകളും മാറാൻ തുടങ്ങും. ഇനിയൊരു ചോദ്യമുയരുന്നു: ധ്യാനം സാധകർക്ക് മാത്രമുള്ളതാണോ? ഇത് മലകളിലോ ഗുഹകളിലോ ആശ്രമങ്ങളിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? ധ്യാനത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് അപൂർണമാണോ? ലോകത്തിനിടയിൽ ജീവിക്കുമ്പോഴും ഉള്ളിൽ സുസ്ഥിരനായിരിക്കുക എന്നതാണ് യഥാർത്ഥ പക്വത. ജോലി ചെയ്യുമ്പോൾ അവബോധം, സംസാരിക്കുമ്പോൾ അവബോധം, തീരുമാനങ്ങളെടുക്കുമ്പോൾ അവബോധം. ജീവിതവും ധ്യാനവും വേർതിരിക്കാനാവാത്ത അവസ്ഥയാണിത്. ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞിട്ടുണ്ട്, സത്യം ഏതെങ്കിലും പദവിയിൽ നിന്നല്ല ലഭിക്കുന്നതെന്ന്. നിങ്ങൾ ഓരോ നിമിഷത്തിലും പൂർണ്ണമായി ഉപസ്ഥിതനായിരിക്കുമ്പോൾ അവിടെയാണ് സത്യമുള്ളത്. ധ്യാനത്തിന്റെ കാതൽ രീതിയല്ല, രീതി ഒരു വാതിൽ മാത്രമാണ്. പൂർണ്ണമായ അവബോധമാണ് കാതൽ. ഈ അവബോധം ശാശ്വതമാകുമ്പോൾ വ്യക്തി ബാഹ്യസാഹചര്യങ്ങളുടെ അടിമയാകുന്നില്ല. സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും അവൻ സ്വതന്ത്രനായിരിക്കും. ഇവിടെ നിന്നാണ് ധ്യാനം ശക്തിയായി മാറുന്നത്. ഈ ശക്തി ആക്രമണാത്മകമല്ല, ഇത് ശാന്തമാണ്. എന്നാൽ ഇതിന്റെ ആഴം ഇളക്കാനാവാത്തതാണ്. എന്തുകൊണ്ടാണ് പ്രാചീന ജ്ഞാന പാരമ്പര്യങ്ങൾ ധ്യാനത്തെ കേവലം മാനസിക പരിശീലനമായി കാണാതിരുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നു. ഇത് ബോധത്തിന്റെ പക്വതയാണ്. ഒരാൾ പൂർണ്ണമായ അവബോധത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതം സ്വാഭാവികമായും സന്തുലിതമാകുന്നു. അത്യാഗ്രഹം കുറയുന്നു, ഭയത്തിന്റെ പീട്ടി അയയുന്നു, അരക്ഷിതാവസ്ഥ ഇല്ലാതാകുന്നു.
അപ്പോൾ ജീവിതം കേവലം ജീവിക്കാനുള്ള ഓട്ടമല്ലാതാകുന്നു. അതൊരു അനുഭവത്തിന്റെ ഉത്സവമായി മാറുന്നു. ഇനി സങ്കൽപ്പിച്ചു നോക്കൂ, വലിയൊരു വിഭാഗം ആളുകൾ ഈ തലത്തിലുള്ള അവബോധത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ സമൂഹം എങ്ങനെയായിരിക്കും? കുറഞ്ഞ പ്രതികരണം, കുറഞ്ഞ അക്രമം, കൂടുതൽ ധാരണ, കൂടുതൽ സന്തുലിതാവസ്ഥ. ധ്യാനത്തിന്റെ യഥാർത്ഥ വിപ്ലവം ഇതാണ്. ഇത് പുറത്തുള്ള അധികാരത്തെ വീഴ്ത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇത് ഉള്ളിലെ അരാജകത്വത്തെ ശാന്തമാക്കുന്നു. ഉള്ളിൽ സമാധാനമുണ്ടാകുമ്പോൾ പുറത്തുള്ള പോരാട്ടവും മാറുന്നു. യാത്ര നിങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്, നിങ്ങളുടെ ചിന്തകളിൽ നിന്ന്, നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ നിന്ന്. ഇപ്പോൾ യാത്ര അവിടെ തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾ ചിന്തകളല്ല, വികാരങ്ങളല്ല, കഥകളല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. എല്ലാം നിരീക്ഷിക്കുന്ന സാക്ഷിയാണ് നിങ്ങൾ. ആ സാക്ഷി ഉണരുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥം മാറുന്നു. ഇപ്പോൾ ലക്ഷ്യം കേവലം വിജയമല്ല, ധനം മാത്രമല്ല, അംഗീകാരം മാത്രമല്ല. ഇപ്പോൾ ലക്ഷ്യം പൂർണ്ണമായ അവബോധത്തിൽ ജീവിക്കുക എന്നതാണ്. ധ്യാനത്തിന്റെ അന്തിമ രഹസ്യം ഇതാണ്. എന്തെങ്കിലും നേടാനല്ല, മറിച്ച് എപ്പോഴും ഉണ്ടായിരുന്നതിനെ തിരിച്ചറിയാൻ. യാത്ര അവസാനിച്ചിട്ടില്ല, കാരണം ഓരോ നിമിഷവും ഒരു പുതിയ വാതിലാണ്. ധ്യാനം എന്താണെന്നതല്ല ഇപ്പോഴത്തെ ചോദ്യം. ഓരോ നിമിഷവും ഉണർന്നിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ചോദ്യം. കാരണം ഒരിക്കൽ യഥാർത്ഥത്തിൽ ഉണർന്നാൽ പിന്നെ തിരികെ പോകാൻ കഴിയില്ല. ഒരുപക്ഷെ അതാണ് ഏറ്റവും വലിയ രഹസ്യവും. നിങ്ങൾ ഇതുവരെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതൊരു വെറും വീഡിയോ ആയിരുന്നില്ല എന്നാണ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഇളക്കിമറിച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഉപേക്ഷിക്കരുത്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തീർച്ചയായും അമർത്തുക. കാരണം ഉണരാൻ തുടങ്ങിയവൻ പാതിവഴിയിൽ നിൽക്കാൻ പാടില്ല. താഴെ കമന്റിൽ ഇത്രമാത്രം എഴുതുക: ഞാൻ ഉണർന്നുകഴിഞ്ഞു. ഉച്ചത്തിലല്ല, ഉള്ളിൽ നിന്നെഴുതുക. അപ്പോൾ ഈ വാക്കുകൾ സ്ക്രീനിലല്ല, നിങ്ങളുടെ ബോധത്തിലാണ് പതിക്കുന്നത്. സ്വന്തം മനസ്സിന്റെ വലയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവരുമായി ഇപ്പോൾ ഇത് ഷെയർ ചെയ്യുക. കാരണം ഒരാൾ യഥാർത്ഥത്തിൽ ഉണരുമ്പോൾ മറ്റനേകം പേരുടെ ഉറക്കം കെടും.